ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പച്ചമാങ്ങയുടെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ പച്ചമാങ്ങയുടെ ഒക്കെ സീസണാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു മസാല വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. വീട്ടിൽ മാങ്ങയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ വീട്ടിലുണ്ടായ മാങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിലെ മാങ്ങയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉണ്ടാവും. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന മാങ്ങ വെച്ചും ഇതേ റെസിപ്പി പ്രകാരം റെഡിയാക്കി എടുക്കാവുന്നതാണ്. മാങ്ങ മസാലയിൽ നമ്മളൊരു സ്പെഷ്യൽ മസാലയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിലേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു 12 അല്ലിയോളം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പില കൂടി ചേർത്തെടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിന് ഞാനിവിടെ ഒരു 2.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി എരിവില്ലാത്ത മുളക് പൊടിയായിരുന്നു, അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ മസാലയിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം സുർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നല്ല പേസ്റ്റായി തന്നെ അരച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മാങ്ങ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ പീസായിട്ട് ഇടയ്ക്ക് വെച്ച് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. നമുക്ക് മസാലയൊക്കെ നല്ല പോലെ ഫില്ലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മൾ മാങ്ങ ചെയ്തെടുക്കുന്നതിന് പല ഭാഗത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. ചിലർക്ക് മാങ്ങ പൊട്ടിത്തെറിച്ചത് എന്നൊക്കെ പറയും. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൽ നമ്മളൊരു സ്പെഷ്യൽ മസാല ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഞാനിവിടെ 2 മാങ്ങയും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ ഇവിടെ നല്ല പോലെ തന്നെ പേസ്റ്റായി അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയുടെ എല്ലാ ഭാഗത്തും നല്ല പോലെ തന്നെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. നമ്മൾ സ്പൂൺ വെച്ചൊക്കെ ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് കൈ വെച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ഫില്ലായി കിട്ടും. മാങ്ങ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ലൊരു പ്രത്യേക ടേസ്റ്റിലുള്ളൊരു മസാലയാണിത്. മാങ്ങയിൽ ഇങ്ങനൊരു മസാലയൊക്കെ തേച്ച് കഴിച്ച് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ചെറിയ ഉള്ളി വേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മളിത് അരച്ചെടുത്തപ്പോൾ ഒരു ടീസ്പൂണോളം കോക്കനട്ട് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ മാങ്ങ മുഴുവനായിട്ട് മസാല നല്ല പോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം നല്ല പോലെ തന്നെ മസാല തേച്ചെടുക്കണം. എന്നാലും നമ്മൾ മാങ്ങ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ നമ്മൾ മുഴുവനായിട്ട് മസാല കവർ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് മറ്റേ മാങ്ങ കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിവിടെ 2 മാങ്ങയിലേക്കുള്ള മസാലയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. കൂടുതൽ നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവുകളിലൊക്കെ മാറ്റി വരുത്താം. ഇവിടെ ഞാൻ നല്ല പച്ചയായിട്ടുള്ള മാങ്ങയല്ല എടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊരു കളർ വ്യത്യാസമുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ നല്ലപോലെ പഴുത്തിട്ടൊന്നുമില്ല. ഇങ്ങനത്തെ മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ ഇത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഇതാ രണ്ടാമത്തെ മാങ്ങയിലും ഇതുപോലെ മുഴുവനായിട്ട് മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്കിവിടെ ഈ മസാല വെച്ച് 2 മാങ്ങയും ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ 2 മാങ്ങയിലും നല്ല പോലെ തന്നെ മസാലയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5-10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നല്ല പോലെ തന്നെ ഉപ്പും പുളിയൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടൈമിൽ തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്ങ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാം. ഞാനിവിടെ വേറെ രീതിയിലാണ് ഇത് കഴിക്കുന്നത്. ഇതിൽ ഒരു മാങ്ങ നമുക്കിതുപോലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ കുറച്ച് കട്ടിയുള്ള ഒരു കവറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ല പോലെ തന്നെ ഇടിച്ച് നല്ല പരത്തി കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ഇടിച്ചൊക്കെ നല്ലപോലെ പരത്തി കൊടുക്കുന്നതുകൊണ്ട് നല്ലപോലെ മൂത്ത മാങ്ങ തന്നെ ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്ലാസ്റ്റിക് കവറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കോട്ടൺ തുണിയോ ഒക്കെ യൂസ് ചെയ്തിട്ടും ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ മാങ്ങ ഒക്കെ നല്ല പോലെ തന്നെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്.
ഈ മാങ്ങ നമ്മൾ മസാലയിലൊക്കെ ഒന്ന് ഇതാക്കി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് വായിലൊക്കെ വെള്ളം ഊറുന്ന രീതിയിലാണ് മാങ്ങ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂണോളം കോക്കനട്ട് ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മസാല റെഡിയാക്കുന്ന സമയത്തും ഇതുപോലെ 1 ടീസ്പൂണോളം കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിരുന്നു. ഇനി ഇതുപോലെ ഓരോ പീസ് മാങ്ങ എടുത്ത് നമ്മൾ മസാലയിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്ക് വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് വളരെ വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാങ്ങയുടെ റെസിപ്പിയാണിത്. ഇനി മാങ്ങയൊക്കെ നമ്മൾ മസാല ഇട്ടൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.